കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം 2 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. തിമോഥെയോട് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ കൃപാവരം വെളിപ്പെടണം എന്നതാണ് പൗലോസ് പറയാൻ ഇടവരുന്നത്. കാരണം ദൈവത്തിന്റെ കൃപാവരം അത് കൈവപ്പിനാൽ, അത് ഒരു ആത്മീയ പകർച്ചയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പ്രാപിക്കുന്ന കൃപാവരം ഉണ്ട്. ദൈവസ്വരനുണ്ട്, ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ദൈവം നമ്മുടെ അടുക്കൽ വരും, ദൈവം നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എന്നാൽ കൂട്ടായ്മ എന്ന് പറയുന്നത് യേശു ശിരസായിരിക്കുന്ന ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കളുടെ മേലേക്ക് ദൈവത്തിന്റെ അധികാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവർ, അവരിലൂടെ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവകൃപ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ കൈവപ്പിനാൽ നിനക്ക് കിട്ടിയ കൃപാവരത്തെ നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ ഒരു വരം കിട്ടിയോ? അത് ജ്വലിപ്പിച്ചോണം. ആരാധിക്കാൻ ഒരു വരം കിട്ടിയോ? അത് ജ്വലിപ്പിച്ചോണം. കർത്താവിന് നന്ദി പറയാൻ ഒരു വരം കിട്ടിയോ? അത് ജ്വലിപ്പിച്ചോണം. യേശുവിന്റെ വചനം മറ്റുള്ളവരോട് പറയാൻ ഒരു വരം കിട്ടിയോ? അത് ജ്വലിപ്പിച്ചോണം. ഒരു സൗഖ്യമോ വിടുതലോ കിട്ടിയോ? സാക്ഷ്യം പറഞ്ഞ് ആ കൃപാവരത്തെ ജ്വലിപ്പിച്ചോണം. ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവൻ കൊടുക്കുവാനുള്ള ഒരു കൃപയാണ് ഇത്. പ്രിയമുള്ളവരെ, ഇത് കൈവപ്പിനാൽ കിട്ടിയതാണ്. പൗലോസിന് എങ്ങനെ കിട്ടി? അനനിയാസ് മുഖാന്തരമാണ് ആ കൃപാവരം കിട്ടിയത്. അന്ധനായിരിക്കുന്ന പൗലോസിന്റെ തലയിൽ അനനിയാസ് മുഖാന്തരം കൈവച്ചപ്പോൾ അവന്റെ കണ്ണിന്റെ ചിതമ്പലെല്ലാം പൊലിഞ്ഞുപോയി, കാഴ്ച കിട്ടി. അന്നു മുതൽ ദൈവകൃപയാൽ അവൻ മേൽക്കുമേൽ ജ്വലിച്ചുകൊണ്ടിരുന്നു എന്നാ തിരുവെഴുത്ത് പറഞ്ഞത്. കൈവപ്പിനാൽ കൃപാവരം കിട്ടിയ അടങ്ങിയിരിക്കോ? ഇല്ല. നമ്മൾ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിന് പ്രയോജനമുള്ളവരായി നമ്മൾ ജീവിക്കാൻ തുടങ്ങും. ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തലയിൽ ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടെങ്കിൽ, ആ കിട്ടിയ അനുഗ്രഹവുമായി സ്വഭവനത്തിൽ ഇരിക്കാതെ പ്രിയമുള്ളവരെ ഇറങ്ങണം. കർത്താവിന് വേണ്ടി പുറപ്പെടണം, കർത്താവിന് വേണ്ടി പോകണം. കർത്താവിന് വേണ്ടി സ്വന്തം ജീവനെ നമുക്ക് കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം. നമ്മൾ ദശാംശം കൊടുക്കുന്നില്ലേ? ആ ദശാംശം എന്താണ്? സമയത്തിന്റെ ഒരു ദശാംശം കർത്താവിന് വേണ്ടി കൊടുക്കണം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.